വിവാദങ്ങൾക്കും സത്യാഗ്രഹത്തിനും ഇടെ മൂന്നാം ദിനവും നിയമസഭാ സമ്മേളനം കലുഷിതമാകും. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന അമീബിക് മസ്തിഷ്ക ജ്വര മരണങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. പോലീസ് അതിക്രമങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിപക്ഷ MLA-മാർ നടത്തുന്ന സത്യാഗ്രഹം നിയമസഭാ കവാടത്തിന് മുന്നിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കലുഷിതമാകും നിയമസഭ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം UDF-ന്റെ സത്യാഗ്രഹ സമരവും തുടരുകയാണല്ലേ? തീർച്ചയായും സുരേഷ്, അത് തന്നെയാണ്. മൂന്നാം ദിവസവും നിയമസഭ കലുഷിതമാകുമെന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാനുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഇന്നും നാളെയും ഇന്ന് ഉന്നയിച്ചതും നാളെ ഉന്നയിക്കുന്നതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു പോലീസിൻ്റെ ഒരു കസ്റ്റഡി മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ചയൊക്കെ നടന്നിരുന്നുവെങ്കിൽ പോലും മുഖ്യമന്ത്രിയും ഒക്കെ നൽകിയ ആ ഒരു വിശദീകരണങ്ങൾ പ്രതിപക്ഷത്തിനായാലും അംഗീകരിക്കാൻ സാധിക്കാത്ത നിലയിൽ തന്നെയാണ് ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതും ഒപ്പം തന്നെയാണ് ബഹളം വെച്ച് സഭാ നടപടികളിൽ നിന്നും പ്രതിപക്ഷം പിൻവാങ്ങിയതും 2 MLA-മാർ സത്യാഗ്രഹം ആരംഭിക്കുന്നതും ഇന്ന് സഭാ നടപടികൾക്ക് ഈ ഒരു വിശദീകരണവും ഒക്കെ അടിയന്തര പ്രമേയമായി ഈ വിഷയം ചർച്ച ചെയ്തു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വിശദീകരണത്തിൽ തൃപ്തരാകാത്ത സാഹചര്യത്തിൽ തന്നെയാണ് ഈ 2 MLA-മാരും ന്യായീകരണങ്ങളൊന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷം ഈ ഒരു വിഷയത്തിൽ 2 MLA-മാർ സമരം നടത്തുന്നത്. നാളെയും ഈ ഒരു കലുഷിതമായ സാഹചര്യം തന്നെയായിരിക്കും നിയമസഭയിൽ ഉണ്ടാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊന്ന് അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. നമുക്കറിയാം, സംസ്ഥാനത്തെ അടിക്കടിയായ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്തും അത്തരത്തിലിടയുള്ള, അതായത് പൊതുജനങ്ങൾ അടക്കം എത്തുന്ന പൊതുജന ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ട ആരോഗ്യ വകുപ്പിൽ നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് തിരുവനന്തപുരത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 9 പേരാണ് ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ഒരു അസുഖം ബാധിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഈ വിഷയത്തിലടക്കം ആരോഗ്യമന്ത്രിയടക്കം നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല. ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച വരുന്നു എന്നുള്ള തെളിവുകളടക്കം പുറത്തു വരുമ്പോഴും കൃത്യമായ നടപടി സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രതിപക്ഷം നാളെ ഈ ഒരു വിഷയം കൂടി ഉന്നയിക്കുന്നത്. കൃത്യമായ കണക്കുകൾ നിരത്തി തന്നെയാകും ഈ വിഷയത്തിൽ പ്രതിപക്ഷം നാളെ സഭയിൽ അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ആരോഗ്യ വകുപ്പിൻ്റെ വീഴ്ചയും കൂടാതെ തന്നെ ഈ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വൈദ്യുതി ലൈനുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. നിരവധി പേരാണ് സംസ്ഥാനത്തിൽ ഈ ഷോക്കേറ്റ് മരണങ്ങൾ നടക്കുന്നത്. ഈ ഒരു ഷോക്കേറ്റ് മരണങ്ങളിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, എത്തരത്തിലാണ് ഈ ഒരു KCB-യുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോഴും നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള മരണങ്ങൾ തുടർക്കഥയാകുന്നു. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ആഗോള അയ്യപ്പ സംഗമം. ഈ ഒരു വിഷയം നാളെ നിയമസഭയിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, തിരുവനന്തപുരത്തിനും വീണ MS ആണ് വിശദാംശങ്ങൾ നൽകിയത്.